രാത്രി എന്തോ ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി സ്പീഡായിട്ട് ഉണ്ടാക്കുന്ന പറയുമ്പോൾ ലാലേട്ടൻ ഉണ്ടാക്കും പോലെ ഒരു വെറൈറ്റി സാധനം നമുക്ക് എല്ലാവർക്കും ഈസി ആക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഭാര്യ പെട്ടെന്ന് സെറ്റാക്കിയ സംഭവങ്ങളാണ്. ഇതിപ്പോൾ എല്ലായിടത്തും പറയണോ, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പംകിൻ, ചെറിയ ഉള്ളി, ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനിയുള്ളത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ പച്ചക്കുരുമുളകാണ് ഫ്രിഡ്ജ് ചെയ്ത് അത് കറുപ്പായിപ്പോയി. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വിത്ത് കറിവേപ്പില. ഞാൻ എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കടുവറ ഒന്നുമില്ല. നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. മിൽമയുടെ നെയ്യ് അതിലാണ്. അതാകുമ്പോൾ ഇച്ചിരി കൂടി ഈസി പരിപാടിയാണ്. വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ആദ്യം ഒഴിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ പച്ചക്കുരുമുളക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഹാ, അടിപൊളി. ഇതാകുമ്പോൾ കടുവറയൊന്നും ഇല്ല. പിന്നെ നെയ്യിൻ്റെ ഒരു സാധനം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കറിവേപ്പില മെയിൻ സാധനമാണല്ലോ. പിന്നെ അപ്പോൾ തന്നെ ചിക്കനും ഇടാം. ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ, പ്രശ്നമുള്ള കാര്യമല്ല. ഇതിപ്പോൾ ചില്ലി പീസാണ് കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ലാർജ് പീസ് വേണമെങ്കിൽ ലാർജ് പീസായിട്ട് കട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അത് വലിയ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപ്പ്, പിന്നെ എപ്പോഴും ചേർക്കും പോലെ മഞ്ഞൾപ്പൊടി, അല്ല വേറെ ഒരു ഇതും സ്പൈസസ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. മസാലകളൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. അടുത്ത നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി വെജിറ്റബിൾസ്, ചെറിയ ഉള്ളി, മത്തങ്ങ, ബീൻസ് ചെറുതായിട്ടായിരുന്നത്, ചോപ്ഡ് ക്യാരറ്റ്, ഇത്രയും കൂടി നേരെ ആഡ് ചെയ്യുന്നു. വേറെ ഒന്നുമില്ല, വെള്ളം ചേർക്കുന്നില്ല, പരിപാടിയില്ലല്ലോ, ഒന്നുമില്ല, സിമ്പിൾ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ചിക്കനിലുള്ള വെള്ളമുണ്ട്. പക്ഷേ നമ്മളിത് ചോപ്പ് ചെയ്യാനായിട്ട് അടിച്ച് ഈ വെള്ളം അങ്ങ് ചേർക്കുന്നു. ഒരു മനസ്സംതൃപ്തി വേണ്ടേ, എങ്ങനെ കളയുന്നു? അതുകൊണ്ട് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അസിഫിന ഉള്ളത്. ഇനി വേറെ ഒന്നുമില്ല, അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു. എത്ര മിനിറ്റ്? അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് ദോശ വേണോ, പൊറോട്ട വേണോ, കുബൂസ് വേണോ, ഓരോ രാജ്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സിന് എങ്ങനെയാണ് അനുകൂലമായിട്ടുള്ള രീതിയിൽ ചെയ്യാം. പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക. വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ള കമൻസ് പറയുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, മനോധർമ്മം അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത മൂഡ് വരുമ്പം, വിശപ്പ് വരുമ്പം, ഇതേപോലെ വാക്കില്ലാത്ത സമയമാണെങ്കിൽ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രിവൺ.